ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 10-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 9-ഉം 10-ഉം. യേശു അത് കേട്ടിട്ട് അവൻ്റെ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി. അനുഗമിക്കുന്ന കൂട്ടത്തോടെ ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 8 വർഷം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ശുശ്രൂഷയിലായിരുന്നു ഞാൻ. ആ ഭദ്രാസനത്തിൻ്റെ ഒരു മിഷൻ ഫീൽഡാണ് നരസാപുരം, ആന്ധ്രാപ്രദേശ് നരസാപുരം. ആദ്യകാലങ്ങളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ നരസാപുരത്ത് ചെല്ലുമ്പോൾ ഏതാണ്ട് 30 വർഷം മുമ്പ് ആരംഭിച്ചൊരു മിഷൻ പ്രവർത്തനമാണ് ആന്ധ്രയിലെ നരസാപുരം. ആദ്യകാലങ്ങളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ മിഷൻ ഹൗസിന് മുമ്പിൽ ഒരു കട്ടിലിൻ്റെ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ പേരാണ് പുള്ളമ്മ എന്ന് പറയും. പുള്ളമ്മ ആന്ധ്രാപ്രദേശിൻ്റെ പേരുകളൊക്കെ ഉണ്ട്, കേൾക്കും നമ്മൾ പെട്ടെന്ന് കിട്ടിപ്പോയത് പുള്ളമ്മ എന്നാണ്. അപ്പോൾ വളരെ വൃത്തിയായ ഒരു സ്ത്രീ അവിടെ ആ കട്ടിൽ മിഷൻ ഹൗസിനകത്ത് അച്ഛന്മാരൊക്കെ താമസമുണ്ട്, ഒരാളെ അവിടെ താമസമുണ്ട്. അപ്പോൾ ആരാണ് ഈ സ്ത്രീയെ എന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീയാണ് ഈ ഗ്രാമത്തിൽ ആദ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റ് ബന്ധുപത്രാദികളെല്ലാം അവർ ഉപേക്ഷിച്ചു. അവർ പൂർണ്ണമായി ഈ സഭയിൽ വിശ്വാസത്തിലേക്ക് വന്ന് അവരുടെ സർവസ്വവും സഭയ്ക്ക് എഴുതി കൊടുക്കുകയുണ്ടായി. അവരുടെ സ്വത്തും അവരുടെ ഒരു കൊച്ചു വീടും. അവരുടെ കൊച്ചു വീടാണ് ആദ്യത്തെ മിഷൻ ഹൗസ്. ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, ഞാൻ മരിക്കുന്നവരെ ഈ വീട്ടിൽ തന്നെ താമസിക്കുക, വിശ്വാസത്തിൽ നിങ്ങളുടെ കൂടെ ആയിക്കൊള്ളും. ആ പുള്ളമ്മ ആ മിഷൻ ഹൗസിൽ തന്നെ താമസിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് പുള്ളമ്മ മരിച്ചു. ആ പ്രദേശത്ത് വന്ന് സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നു. അവർക്കുള്ളതെല്ലാം വിറ്റ് സഭയ്ക്ക് കൊടുത്ത് ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ മാറി സത്യദൈവം യേശു കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പൂർണ്ണമായി തന്നെ സമർപ്പിച്ച് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി പൊരുതിയ ഒരു സ്ത്രീയാണ് പുള്ളമ്മ. ഇന്ന് നരസാപുരം മിഷൻ എന്ന് പറയുന്നത് വളരെ വ്യാപിച്ചു കിടക്കുന്ന മിഷൻ പ്രവർത്തനം. 40 ഗ്രാമങ്ങളിൽ സുവിശേഷ നടക്കുന്നുണ്ട്. അതിന് കാരണക്കാരി ഈ വിശ്വാസത്തിൻ്റെ ഉടമയായ പുള്ളമ്മയാണ്. എന്നാൽ ഞാനിത് നമ്മുടെ ഈ കഴിഞ്ഞ 7 ദിവസമായി പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് പറയുക, നിങ്ങളെക്കാട്ടിൽ വിശ്വാസം ആ പുള്ളമ്മയുടെ ആണെന്ന് പറഞ്ഞാൽ പലർക്കും അത് ദഹിച്ചെന്ന് വരത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അടുത്ത വർഷത്തെ കൺവെൻഷന് വരേണ്ടിയും വരത്തില്ല. നിങ്ങൾ നല്ല വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് പോയാൽ അടുത്ത കൺവെൻഷൻ വിളിക്കുമെന്നായിരിക്കും. ഞാൻ പറയും, ആ പുള്ളമ്മ അവരുടെ പരിമിതികളുടെ മധ്യത്തിൽ ആഴമായ ദൈവത്തിലുള്ള വിശ്വാസം മൂലം ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ നരസാപുരം പ്രദേശത്തിൽ വിശ്വാസിയായി ജീവിച്ചു തുടങ്ങിയതിൻ്റെ ഫലമായി ഇന്ന് ആ പ്രദേശത്തെല്ലാം ധാരാളം വിശ്വാസികളാണ്. ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രവർത്തിപ്പാനായിട്ട് പോയപ്പോൾ ചെന്നൈയിൽ മദ്രാസ് കൽക്കട്ട ഭദ്രാസനത്തിലായിരുന്നപ്പോൾ ആ നാളുകളിലൊക്കെ ധാരാളം ആളുകളെ സ്നാനം കഴിപ്പിക്കാനിടയായ നാളുകളാണ്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിരിക്കും. അന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സ്ത്രീ സ്നാനം ഏൽക്കാനായിട്ട് 2 കാലുമില്ല. അവരെ എടുത്തോണ്ടാണ് വന്നത്. എടുത്തോണ്ട് വന്ന് മാമോദിസ തൊട്ടിയിലേക്ക് അവരെ സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തൊരു സ്റ്റൂളിൽ ഇരുത്തിയാണ് അവരെ സ്നാനം കഴിപ്പിക്കുന്നത്. 2 കാലുമില്ലവർ. ആ ഗ്രാമത്തിലെ ആദ്യത്തെ വിശ്വാസം. ഏതാണ്ട് 6 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് 12 പേരാണ് വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനം എടുത്തത്. അവിടെയും ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആളുകളിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരിക. വിശ്വാസം എന്ന പദം വേദോത്സവത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ഈ വിശ്വാസം ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഒരു ശതാധിപനായ മനുഷ്യനെക്കുറിച്ച് യേശു കർത്താവ് പറയണമെങ്കിൽ എന്തായിരിക്കണം വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം നമ്മുടെ വിശ്വാസം വലിയത്. വേദോത്സവത്തിൽ പലയിടങ്ങളിലെ വിശ്വാസത്തെക്കുറിച്ച് യേശു കർത്താവിൻ്റെ പരാമർശങ്ങൾ കാണുന്നുണ്ട്. സ്ത്രീയെ അതിൻ്റെ വിശ്വാസം വലിയത് എന്നൊരു പരാമർശം കാണുന്നു. അവരുടെ വിശ്വാസം കണ്ട പക്ഷപാതക്കാരുടെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നത് കാണുന്നു. ഇവിടെ പറയുന്നു ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രം ഒന്ന് പറയുവാൻ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്താ എന്ന് തിരിച്ചറിയുവാൻ ഈ ഭാഗം ഉപയോഗിക്കാം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉടമകളായ ധാരാളം ആളുകളെ
നമ്മൾ എടുത്തു പറയുന്നവരെക്കാൾ ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗ്രഹാം സ്റ്റെയിൻസും 2 മക്കളും ക്രൂരമായി തീ വെച്ച് കൊല ചെയ്യപ്പെട്ടതിന് 25 വർഷം തികയുന്നൊരു ദിവസമാണ്. അവരെക്കുറിച്ച് നമ്മൾ ഇത്ര വലിയ വിശ്വാസം മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിക്ക് വകയില്ലല്ലോ. പിതാവും 2 മക്കളും തീ വെന്ത മരിച്ചിട്ട് 25 വർഷം തികയുന്നൊരു ദിവസമാണ്. ധാരാളം ഉദാഹരണങ്ങളാണ് വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒറീസയുടെ പ്രദേശത്തിൽ ഒരു ഡോക്ടർ ഒലി ജോർജ്, ഇതിനടുത്തുള്ള കോട്ടയം പ്രദേശത്തുകാരനാണ്. 40-46 വർഷം മുമ്പ് ഒരു ഡോക്ടർ ഈ നരസാപുരം പ്രദേശത്തേക്ക്, ചാകൽമാരി പ്രദേശത്തേക്ക് വൈദ്യ ശുശ്രൂഷയ്ക്കായിട്ട് പോയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിലൂടെയാണ് ഇന്ന് റായലസീമ ജില്ലയിലുള്ള എല്ലാ ഇടങ്ങളിലും ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് സാധ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആദ്യകാലങ്ങളിലൊക്കെ 30 വർഷം മുമ്പ് ഞാനൊക്കെ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഗ്രാമങ്ങളിൽ പോകുന്നത്. അദ്ദേഹത്തിനോട് ഗ്രാമങ്ങളിൽ ചെന്നാൽ വലിയ സ്വീകാര്യതയാണ്. കാരണം ഡോക്ടറെ കാണുന്നത് ദൈവത്തെ കാണുന്ന പോലെയാണ് അവർ കാണുന്നത്. പിന്നെ നമുക്കൊന്നും സുവിശേഷം പറയാനൊരു തടസ്സം അവിടെയില്ല. എത്രയോ ആളുകളിൽ നിഴലിച്ച വലിയ വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഇവിടെ യേശു കർത്താവ് പരാമർശിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അല്പമായി ഒന്ന് പരിശോധിക്കാൻ. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ ഭാഗത്ത് നാം പറയുന്നുണ്ട്, ഈ വിശ്വാസത്തിനെ കുറിച്ച് വേദപുസ്തകത്തിൽ 2 പരസ്യ പ്രഖ്യാപനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനങ്ങൾ അത് 2 അപ്പോസ്തലന്മാരുടെ പ്രഖ്യാപനങ്ങളാണ്. ഒന്ന്, യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് ഏലിയാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത് ആദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരമാണ്. രണ്ടാമത്, whom do you say that I am? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്നുള്ള പരസ്യമായ പത്രോസ്ലിയുടെ പ്രഖ്യാപനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷം 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇതാ മുറിയിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസിനോട് പറയുന്നു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, ആണിപ്പെട്ട് വിരലിടുക എന്ന് പറയുമ്പോൾ എന്താ തോമസ് അപ്പോസ്തലൻ പറയുന്നത്? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതിനാണ് അവർ ഫെയ്ത്ത് ഈസ് ഇൻ അവർ ബിലീവിങ് എന്ന് പറയാം. വിശ്വസിക്കുന്നതിലാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നതിലാണ്. നമ്മുടെ പള്ളികളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ആദ്യ കുർബാനയുടെ സെഷനുകളൊക്കെ ഉണ്ടാകും. 13-14 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ആയിരിക്കും ആദ്യ കുർബാനയ്ക്ക് ഇൻഫർമേഷൻ എന്ന് പറയും, ആദ്യ കുർബാനയുടെ ശുശ്രൂഷ. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വിശ്വാസം ഏറ്റു പറയിക്കുന്നൊരു അവസരമുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, അവരുടെ മാതാപിതാക്കൾ, ജ്ഞാനമാതാപിതാക്കൾ ഇളം പ്രായത്തിൽ അവർക്ക് മാമോദിസ കൊടുത്തപ്പോൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച മാതാപിതാക്കളാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ 13-14 വയസ്സൊക്കെ ആയപ്പോൾ സൺഡേ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് അവർ ആദ്യമായി വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ അവരെ കൊണ്ട് പട്ടക്കാരൻ പറയിക്കാറുണ്ട്. എന്താ പറയിക്കുന്നത്? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞാൻ നേരിട്ട് ചോദിക്കാറുണ്ട്, മക്കളെ, നിങ്ങൾക്ക് വളരെ ഉറപ്പോടുകൂടി ഇത് പറയാനായിട്ട് കഴിയുമോ? ചില കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അവരുടെ മുഖം കണ്ടാൽ, ചില കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ബ്രൈറ്റ്നെസ്സും തെളിവുണ്ട്. കാരണം ആ സൺഡേ സ്കൂൾ അധ്യാപകർ അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതൊന്നും അറിയുകയില്ല. ആദ്യ കുർബാന ചടങ്ങാണല്ലോ, അതുകൊണ്ടൊന്ന് ആദ്യ കുർബാന കൈക്കൊണ്ട് പോകുന്നുണ്ട്. 13-ാമത്തെ വയസ്സിൽ 14-ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിനെ യേശു രക്ഷകനാണ്, ജീസസ് ഈസ് മൈ ലോർഡ്, ജീസസ് ഈസ് മൈ സേവിയർ എന്നുള്ള ഒരു വ്യക്തത വരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പ്രാഥമികമായി അടിസ്ഥാനപരമായ മാതാപിതാക്കൾക്ക് ആ ഉത്തരവാദിത്വം. മാമോദിസയുടെ അവസാന ഭാഗം പട്ടക്കാരൻ പറയുന്നുണ്ടല്ലോ, ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായെ കൈക്കൊള്ളുന്നു എന്ന് പരസ്യമായി ഏറ്റുപറയേണ്ട ചുമതല, ആ വിധത്തിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല ആരെ ഏൽപ്പിക്കുന്നത്? മാതാപിതാക്കളെയാണ്. ആ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പള്ളിയിൽ സൺഡേ സ്കൂളൊക്കെ ഉള്ളത്, പള്ളി ആരാധനയൊക്കെ ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ വിശ്വാസം പകരപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ബീയിങ് എന്ന് പറയുന്നത്. വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെയാണ്. ആ ഒരു വിശ്വാസമാണ് അടിസ്ഥാനപരമായി എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഒന്ന്, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ബീയിങ്. തോമസ് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ തോമസ് അപ്പോസ്തലന്റെ ഒരു വിശ്വാസം, അതൊരു പ്രഖ്യാപനമാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് കേവലം ഉപരിപ്ലവമായ ഒരു പ്രഖ്യാപനമല്ല. ബീയിങ് ആയി തീരുന്നതിലൂടെ, ഉള്ളിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള പരസ്യ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം നമ്മൾ. ഒരു കാലത്ത്
നമ്മളൊക്കെ ഈ ഉപദേശമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളോടൊക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ചോദ്യമൊക്കെ നിന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ആ ചോദ്യമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിരിക്കുക. അതൊക്കെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ചോദിച്ചെങ്കിൽ അത് കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാറില്ല. നമ്മുടെയൊക്കെ വ്യക്തിപരമായ അനുഭവമായിട്ടുള്ള ഈ പത്രോസിൻ്റെയും ഈ തോമസ് അപ്പോസ്തലൻ്റെയൊക്കെ പ്രഖ്യാപനം. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഈ ലോകത്തിന് ഉത്തരം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. യേശു ആരാണ്? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. യേശു ആരാണ്? ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതാണ്, ഈ വിശ്വാസമാണ് നമ്മളിലുള്ളത്. ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ കൺവെൻഷനിലൂടെയൊക്കെ ഈ ലോകം നമ്മളിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി തീർന്നവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. തോമസ് അപ്പോസ്തലനും പത്രോസ്ലിഹായും ഒക്കെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നവരാണ്. വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുത്തവരാണ് എന്ന് നമുക്ക് ആവശ്യത്തിന് വില കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ ഭാഗത്ത് യേശു കർത്താവ് ഈ മനുഷ്യൻ്റെ വിശ്വാസം വലുത് എന്ന് പറയുമ്പോൾ, ഇതിൽ ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യനിൽ പ്രകടമാക്കപ്പെട്ട പ്രത്യേകത ഫെയ്ത്തിനെ കുറിച്ച് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവങ്ങൾ ധാരാളമാണ്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ബീയിങ്, ഇൻ അവർ പ്രൊക്ലെയിമിങ്. വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ഗിവിങ്, നൽകുന്നതിനാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഇൻ ബീയിങ് ഫെയർ, നീതിപൂർവമായി ജീവിക്കുന്നതിലാണ് വിശ്വാസം. ഇതൊക്കെ സാമൂഹ്യ പ്രതിബദ്ധമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവമാണ് ഈ നാടി പറഞ്ഞതൊക്കെ തന്നെ. നീതിപൂർവമായി ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവമാണ്. സത്യരഹസ്യ പറയുന്നത് പോലെ യു ഗീവ് അണ്ടിൽ ഇറ്റ് പ്രിക്സ് യു. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മുറിവേൽക്കുന്നവരെ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിശ്വാസമാണ്. ഈ സമാധിപത്യോസ്തമേനി പണ്ടത്തെ ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ പ്രവേശിച്ച കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും ആരോടെങ്കിലും പണമൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഗീവ് പ്രൈസ് ടു പീപ്പിൾ. കർത്താവിനെ ജനങ്ങൾക്ക് കൊടുത്താൽ മതി. വിധവയുടെ 2 കാശ് പോലെ മനസ്സോടെ ആളുകൾ കൊടുത്തിരിക്കും. ഫെയ്ത്ത് ഈസ് ഇൻ ഗിവിങ്. നല്ല ബന്ധങ്ങളിലാണ് വിശ്വാസം. ധാരാളം ഉദാഹരണങ്ങളാണ്. അബ്രഹാമും ലോത്തുമായി യാത്ര പുറപ്പെടുമ്പോൾ അബ്രഹാമും ലോത്തും തമ്മിൽ പിണങ്ങി പോകേണ്ട ഒരവസരം ഉണ്ടായപ്പോൾ അബ്രഹാം എന്താണ് ലോത്തിനോട് പറയുന്നത്? നമ്മൾ തമ്മിൽ പിണങ്ങണ്ട, നമ്മൾ ആരാണ്? സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് ലോത്ത് തനിക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുകയും അബ്രഹാം ലോത്തിന് വേണ്ടാത്തത് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം എന്നാ? സഹോദരന്മാർ തമ്മിൽ ഇടർച്ച പാടില്ല. ഇപ്പോൾ ഫെയ്ത്ത് ഈസ് എ റിലേഷൻഷിപ്പ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവങ്ങൾ ധാരാളമാണ്. അതിലൊന്ന് മാത്രം ഇന്ന് അല്പം ഊന്നൽ കൊടുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ ഭാഗം നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. വളരെ പരിചിതമാണ്. നല്ല സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട്. ശരാദിൻ്റെ കഥ പറയാൻ പറഞ്ഞാൽ അവർ പറഞ്ഞേനെ. എന്നാൽ അതുപോലെ നമുക്ക് സുപരിചിതമാണ് ഈ കഥ. എ മാൻ ഓഫ് പൊസിഷൻ ആൻഡ് എ മാൻ ഓഫ് പൊസഷൻ. അധികാരമുള്ളൊരു മനുഷ്യൻ, നല്ല സമ്പത്തുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യന് യേശുവിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തിനാണ് യേശുവിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നത്? തൻ്റെ വീട്ടിൽ ദാസനായി, പ്രിയനായ ദാസന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്നതായിട്ടുള്ള ഒരു ശതാധിപനെയാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണയായി ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവസാന വാക്യങ്ങൾ മാത്രം എടുത്ത് പറയാറുണ്ട് ഇവൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളത്. എന്നാൽ ആരംഭം മുതൽ നോക്കിയാൽ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിസ് സെർവൻറ്റ്, മനോഭാവങ്ങളിലാണ് വിശ്വാസം പ്രകടമാക്കുന്നതെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. നമ്മുടെ മനോഭാവങ്ങളിലാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. ഒന്ന്, അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം. ഇന്ന് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ മറ്റുള്ളവരെ കുറിച്ചുള്ള എത്രയോ മനോഭാവങ്ങളിൽ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിന് വിപരീതമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഇവിടേതായി ശതാധിപൻ തൻ്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് ഒരടിമയെന്ന് പറയാം, ജാസൻ എന്ന് പറയുന്നതിന് അടിമ എന്ന പദം ഉപയോഗിച്ചിട്ട് ചിലയിടങ്ങളിൽ അടിമയെ ക്രയവിക്രയം ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊരു അടിമ സുഖമില്ലാതെ കഴിഞ്ഞാൽ അവനെ വിൽക്കാവുന്ന ഒരു അനുവാദമുള്ള ഒരു കാലഘട്ടത്തിൽ ആ അടിമയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു യജമാനനെ ഇവിടെ കാണുന്നത്. അവൻ്റെ മനോഭാവം,
മറ്റുള്ളവരോടുള്ള മനോഭാവം എന്ന് പറയുമ്പോൾ സമതലങ്ങളിലുള്ളവരോടുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ നമുക്ക് നന്നായി നല്ല ബന്ധങ്ങൾ നിലനിർത്തിയാൽ മതിയാകും. നമ്മുടെ കൂട്ടുകാരോടുള്ള നമ്മുടെ മനോഭാവം എപ്പോഴും നമുക്ക് നല്ല ഹൃദ്യമായിരിക്കും. നമ്മളെക്കാട്ടിൽ സമ്പന്നന്മാരായ ആളുകളോട് നമ്മുടെ മനോഭാവം നമുക്ക് ഹൃദ്യമായേ മതിയാകുകയുള്ളൂ. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ബലമുള്ളവനോട് നമ്മുടെ മനോഭാവം എപ്പോഴും നമുക്ക് നല്ല ഹൃദ്യമായിരിക്കും. ബലഹീനമായവരോടുള്ള നമ്മുടെ മനോഭാവം, somebody who is inferior to us, somebody who is lower to us, somebody who is more illiterate, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, പണമില്ലാത്ത ആളുകൾ, സ്ഥാനമില്ലാത്ത ആളുകൾ, പല വിധത്തിൽ പരിമിതികളിൽ കഴിയുന്ന ധാരാളം ആളുകൾ, മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം എന്താണ്? കുറച്ചൊരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ദാസി വേലയ്ക്ക് ചില ആളുകളെയൊക്കെ നിർത്തുന്നുണ്ടാവാം. പലപ്പോഴും നമ്മുടെ മനോഭാവം അവരോട് എന്താണ്? എത്രയോ ഉദാഹരണങ്ങളാണ്, ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അത്യാവശ്യമായിട്ട് 1-2 ദിവസം സുഖമില്ലാതെ വന്നാൽ ചിലപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് സഹായിച്ചു എന്ന് വന്നേക്കാം. 3 ദിവസം 4 ദിവസത്തിൽ കൂടുതലാണ് വീട്ടിലോട്ട് അങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ. പിന്നെ സൗഖ്യമൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം ഇവിടെ ഒഴിവാക്കാവുന്ന ഒരു ദാസന് വേണ്ടി, തൻ്റെ സൗഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ശതാധിപനെയാണ് അവൻ്റെ വിശ്വാസം വലുത് എന്ന് യേശു കർത്താവ് പറഞ്ഞത് എന്നതിന് നമുക്ക് മനസ്സിലാക്കാവുന്നത്ര. നമ്മുടെ മനോഭാവം മറ്റുള്ളവരോട് എങ്ങനെയാകും? നമ്മളിൽ നിന്ന് പല വിധത്തിൽ താഴ്ചയിലായിരിക്കുന്ന ആൾ, നമ്മളെക്കാട്ടിൽ പല വിധത്തിൽ വിവിധ രീതിയിൽ താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളോട്, ഒരേ കുടുംബത്തിൽ തന്നെ 4 സഹോദരന്മാരുണ്ടെങ്കിൽ അതിലൊരു സഹോദരന് സാമ്പത്തികമായ സൗകര്യമില്ലായെങ്കിൽ പലപ്പോഴും നമ്മൾ അവരെയൊക്കെ അവഗണിച്ചു പോകാറുണ്ട്. മാർജിൻ. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും മാതാപിതാക്കൾ പോലും ചിലപ്പോൾ അവരെ നല്ല വിശ്വാസത്തിലുള്ള മാതാപിതാക്കളായിരിക്കും, പക്ഷേ മക്കളിൽ തന്നെ ചിലരെയൊക്കെ ഒഴിവാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബലമുള്ളവരെ മാത്രം പലപ്പോഴും നമ്മൾ മാന്യമായി കാണുകയും ഇടപെടുകയും ചെയ്യുന്ന പശ്ചാത്തലങ്ങൾ. ഇവിടെ ഇതാ ബലഹീനമായവരെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ താല്പര്യം കാണിച്ച ഈ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ മനോഭാവത്തെ ശ്ലാഘിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് നമ്മോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്? മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം എന്താണ്? നമ്മളുമായി ഓരോ ദിവസവും ഇടപെടുന്ന ധാരാളം ആളുകൾ, അത് ഓഫീസിലാകാം, അത് വീട്ടിലാകാം, ചുറ്റുപാടുകളുമായിട്ടാകാം, അയൽപക്കവുമായിട്ടൊക്കെ ആകാം. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്? ഈ ശതാധിപന്റെ, ഈ ദാസനോടുള്ള മനോഭാവം, ഈ ശതാധിപന്റെ വിശ്വാസം വരുന്നത് പറയാൻ കാരണമായി എന്ന് ഈ ഭാഗത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒന്നാമതായി നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളായി ആണ് എന്ന് അഭിമാനിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇറ്റ്സ് ആൻ ഇൻട്രോസ്പെക്ഷൻ ടു അസ്. ഞാൻ എൻ്റെ മറ്റുള്ളവരോടുള്ള മനോഭാവം എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ? യേശു കർത്താവിൻ്റെ മനസ്സെപ്പോഴും മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുന്ന മനസ്സായിരുന്നു. ആരെയും തള്ളിക്കളയുന്ന മനസ്സായിരുന്നില്ല. അതിരുകളിൽ കഴിയുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സായിരുന്നു യേശുവിൻ്റെ മനസ്സ്. അതാണ് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. ഒന്ന്, അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള നമ്മളുടെ മനോഭാവം. രണ്ടാമതായി ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവം, അതേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്. ഇവിടെ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്? യഹൂദ മൂപ്പന്മാരാണ്. ഈ ശതാധിപനെ കുറിച്ച് നമുക്കറിയാം, പ്രജാതിക്കാരനാണ്, താണജാതിക്കാരനാണ്, പക്ഷെ അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹുമാനിച്ചേ മതിയാകുകയുള്ളൂ. നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറഞ്ഞേ മതിയാകുള്ളൂ. അങ്ങനെയാണല്ലോ പലപ്പോഴൊക്കെ നമ്മളൊക്കെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതിയൊക്കെ പറയും. വന്ന് ബഹുമാനിക്കാതിരുന്നാൽ പല നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ യഹൂദ മൂപ്പന്മാരെവിടെയാണ്? ശതാധിപന്റെ കൂടെയല്ല. യഹൂദ മൂപ്പന്മാർ വേറിട്ട് ചെന്ന് യേശുവിനോട് പറയാം. എന്താ പറയുന്നത്? നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ സർവഥാ യോഗ്യനാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമുക്കൊരു പള്ളിയും പണിയിച്ചു തന്നിരിക്കുന്നു. എന്താ യഹൂദ മൂപ്പന്മാർക്ക് ഈ ശതാധിപനെ കുറിച്ച് പറയുവാനുള്ളത്? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ലതല്ലാതെ ഒന്നും പറയുവാനില്ല ഈ മനുഷ്യനെ കുറിച്ച്. യേശു കർത്താവിനെ വളരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടാവാം. നല്ലതല്ലാതെ ഈ യഹൂദ മൂപ്പന്മാർക്ക് ഈ പുറജാതിക്കാരനായ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയുവാനില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ധാരാളം ഉണ്ട്. കൺവെൻഷൻ്റെ ആദ്യകാലം
ഞാൻ ഓർമ്മയുള്ള കാലം മുതൽ കൺവെൻഷൻ്റെ എല്ലാ ഭാരവും ഞാനാ വഹിച്ചിരുന്നത്. നമുക്ക് പറയാം. അല്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ട് പോകുന്ന ഞാനാണ്, നമുക്ക് പറയാം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, നമ്മുടെ അയൽപക്കക്കാർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു. ഒരു കാലത്തൊക്കെ വിവാഹത്തിൻ്റെ ആലോചനകളൊക്കെ വരുമ്പോൾ നാളുകൾ എടുക്കുമായിരുന്നു വിവാഹം സെറ്റിൽ ചെയ്യാനായിട്ട്. കാരണം വികാരി അച്ഛനോടൊന്ന് ചോദിക്കും, അയൽപക്കക്കാരനോട് ചോദിക്കും, ഓഫീസിൽ കൂടെ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കും, പലരോട് ചോദിച്ചിട്ട് നല്ല സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി കഴിയുമ്പോഴാണ് ഒരു വിവാഹമൊക്കെ നമ്മൾ ഉറപ്പിക്കുന്നത്. ഇന്ന് ഓൺലൈൻ മാരേജ് അല്ലേ, ആരും അറിയുന്നതിന് മുമ്പ് കല്യാണം ഉറപ്പും നടക്കും. കാരണം ആരോട് ചോദിച്ചാലും ചിലപ്പോൾ നല്ല അഭിപ്രായം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അവിടെ ചോദിക്കാതെ ഉറപ്പിക്കുകയാണ് നല്ലത്. അതിന് ഭവിഷ്യത്ത് പിന്നെ അനുഭവിച്ചോളൂ. ചോദിക്കാതെ അയൽവക്കക്കാരോട് പോലും ചോദിക്കത്തില്ല. കല്യാണത്തിന് അറിയിപ്പ് കിട്ടുമ്പോഴായിരിക്കും അയൽവക്കക്കാരറിയുന്നത് പിന്നെടുത്ത് അതിനാരുമായിട്ട് കല്യാണം ഉറപ്പിക്കാനുള്ളത്. കാരണം എന്താ, എടുത്തുകൊണ്ടാണെന്നൊക്കെ പറയും. ലൈസൻസൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ കാരണം, ഇന്നലെ നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് വന്നോ എന്നൊക്കെ പറയും. മറ്റുള്ളവരോട് ചോദിച്ചാൽ പലപ്പോഴും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാനില്ലാതിരിക്കുന്നു എങ്കിൽ ഭവനത്തിൽ പാർക്കുന്ന നമ്മളെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുക, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാം, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാം, നമ്മുടെ അയൽപക്കക്കാർ നമ്മളെക്കുറിച്ച് എന്താ അഭിപ്രായം, വാട്ട് ഡു അതേഴ്സ് സേ അബൌട്ട് us. ടെസ്റ്റിമണീസ് എന്നൊക്കെ പറയുന്നതിൻ്റെ വില അതാ. ഇനി ചിലപ്പോൾ ശുപാർശകത്തൊക്കെ ആരോട് ചോദിച്ചാലും ശുപാർശകത്തൊക്കെ ആർക്കും ചിലപ്പോൾ ലഭിച്ചെന്ന് പറഞ്ഞേക്കാം. എന്താണ് ടെസ്റ്റിമണി? നമ്മളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടോ? ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് വേണമെങ്കിൽ യഹൂദ മൂപ്പന്മാർക്ക് വേറിട്ട് നിന്നുകൊണ്ട് ഈ പ്രജാതിക്കാരനായ മനുഷ്യനെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഇവനൊരു നല്ല മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമോ? നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാവുന്ന ചോദ്യം. എൻ്റെ അയൽപക്കക്കാരനെ കുറിച്ചുള്ള അവൻ്റെ വേദനയിൽ പങ്കിടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവനുമായി സ്വത്ത് വീതം വെക്കേണ്ടി വന്നപ്പോഴും ഞാൻ സാക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഭവനത്തിൽ സഹോദരങ്ങളുമായി ഇടർച്ചയുണ്ടായപ്പോൾ നീതി പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ വിശ്വാസം? അവൻ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ ചുറ്റുപാടുകളുടെ മധ്യത്തിൽ ഇവിടെ ഒരാഴ്ചയായിട്ട് വചനത്തിൻ്റെ പ്രഘോഷണം നടക്കുമ്പോൾ, വചനം കേട്ട് നമ്മൾ സംതൃപ്തരായിട്ട് പോകുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ചുറ്റുപാട് പാർക്കുന്നവർ എന്ത് നമ്മളെക്കുറിച്ച് പറയും? വാട്ട് ഡു അതേഴ്സ് സേ അബൌട്ട് us? യഹൂദ മൂപ്പന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പ്രജാതിക്കാരനെ കുറിച്ച് അവൻ നല്ലവൻ, സർവ്വതാ യോഗ്യൻ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്താ അവൻ്റെ വിശ്വാസത്തിന് മാനദണ്ഡം? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നു? 2, അതേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് us, നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം. 3, ഈ ഭാഗം നമ്മൾ വായിച്ചും കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് യഹൂദമൂപ്പന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ശതാധിപന്റെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ട് ഈ ഭാഗം നമുക്ക് കാണാം. എന്നാൽ അങ്ങനെ യാത്രാമധ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ശതാധിപൻ എന്ന് പറയുന്നു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട, നീ എൻ്റെ പരിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഐ ഡോണ്ട് ഡിസേർവ് എന്ന് പറഞ്ഞാൽ ഞാൻ അയോഗ്യനാണ്. ആരാണ് ഈ പറയുന്നത്? ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്, ഒരു നല്ല ധനികനാണ്, അധികാരമുള്ളവനാണ്. യേശുവിനോട് പറയുകയാണ്, നീ എൻ്റെ പരിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെക്കാൾ യോഗ്യനെന്ന് ചിന്തിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട്. വില കൊടുത്ത് ദൈവത്തെ വാങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോൾ, ആരോഗ്യം വർദ്ധിക്കുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്നും ആകാം എന്ന് ചിന്തിച്ചു പോകുന്ന ആൾ. ദേവാലയത്തിലൊക്കെ ചിലപ്പോൾ ആരാധനയിൽ പോയി ഇരിക്കുമ്പോൾ ആരാധകരുടെ ഇരിപ്പ് കാണുമ്പോൾ മനസ്സിലാകും എന്ത് കഷ്ടം എന്ന് തോന്നിപ്പോകാറുണ്ട്. ആ ഇരിപ്പ് തന്നെ നമ്മുടെ ഇരിപ്പിലുമുണ്ട് ഒരു സാക്ഷ്യം. മറന്നു പോകരുത് ദേവാലയത്തിനുള്ളിലുള്ള ഇരിപ്പ്. ഒരു കാലത്തൊക്കെ ഇതൊക്കെ നന്നായി നമ്മൾ മാന്യമായി കരുതിയുന്ന ധാരാളം മൂല്യങ്ങൾ, അത് വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളൊക്കെ ഇത് കൈമോശം വന്ന് പോയിരിക്കുകയാണ്. എന്തോ ഞാനെന്നുള്ളൊരു ഭാവം. ഈ ശതാധിപൻ പറയുന്നു, ഞാൻ ഏതുമില്ല, നീ എൻ്റെ പുറക്കേട്ട് വരുവാൻ ഞാൻ ഏതുമില്ല. ഈസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് us. ലോകപ്രകാരമായി എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്ന് കഴിയുമ്പോൾ ദൈവത്തിന് മുൻപാകെ താൻ ഐ ആം ഓക്കെ എന്നൊരു ചിന്ത, ഞാൻ എല്ലാത്തിനും തികവുള്ളൂ എന്നുള്ള ചിന്ത പലപ്പോഴും ഇത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ തടസ്സമായിത്തീരുന്നു. ഇന്ന് പലപ്പോഴും ഒക്കെ പലയിടങ്ങളിലും സാക്ഷ്യത്തിൻ്റെ തടസ്സമായിത്തീരുന്നത് നമ്മുടെ അഹംഭാവമാണ്. എല്ലാ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടാവാം,
എല്ലാ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ സാക്ഷ്യം നഷ്ടപ്പെട്ട നേതൃത്വം എന്ന് പലയിടങ്ങളിൽ, അത് സഭയിലാകാം, ഇടവയിലാകാം, പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഏതുന്നില്ലായും ദൈവവിഭാഗം സമ്മതിപ്പാൻ കഴിയുന്ന വിനയമാണ് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഞാൻ ആരാകുന്നു, ദൈവവിഭാഗം ഞാൻ ഏതുമില്ലാന്ന് സമ്മതിപ്പാനുള്ള വിനയം. ലോകപ്രകാരമായി എന്തും നേടിക്കൊള്ളട്ടെ, അതൊക്കെ എങ്ങനെയാണ് ലഭിച്ചത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ കർത്താവ് നന്നായി തീർന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവമുമ്പാകെ വിനയത്തോടെ ആയിരിക്കാൻ കഴിയുമ്പോഴാണ് നിന്റെ വിശ്വാസം വലുതെന്ന് പറയുന്നത്. ഒരിക്കലും അത് നടക്കരുത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവമില്ല. ദൈവമുമ്പാകെ ഏതൊന്നും സമ്മതിക്കാനുള്ള വിനയം. കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ നീ സകലവും അറിയുന്നു. നമുക്ക് എന്നും ദൈവത്തോട് പറയാനായിട്ട് കഴിയണം. There is nothing hidden from you. മനുഷ്യന് മുമ്പിൽ മറയ്ക്കുവാൻ ധാരാളം കാണുമായിരിക്കാം. ദൈവത്തോട് പറയാൻ കഴിയണം, nothing hidden from you. I am very little before. ദൈവമുമ്പാകെ ചെറിയതുമില്ലെന്നുള്ള ആ ഒരു മനോഭാവം ആണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. വീണ്ടും നാം മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുദാൻ പറയുന്നുണ്ട്, ചതാദിൽ പറയുന്നുണ്ട്, ഞാൻ അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യർ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്നൊക്കെ പറയുന്നതിന് അർത്ഥം ഐ എം എ മാൻ ഓഫ് അതോറിറ്റി ഈവൻ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ്. ഞാൻ നല്ല അധികാരമുള്ള മനുഷ്യനാണെങ്കിൽ പോലും കർത്താവേ നീ എൻ്റെ പുറകെ വരുവാൻ യോഗ്യനല്ല. ഇന്ന് നമ്മുടെ വീടുകളെല്ലാം ക്ലോസ്ഡ് ഡോർസാണ്, ഓപ്പൺ ഡോർ ഇല്ല, എല്ലാം ക്ലോസ്ഡ് ഡോർസാണ്. തുറക്കപ്പെട്ട വാതിലുകൾ എത്ര വീടുകളിലാണ് ഉള്ളത്. ദൈവത്തിന് പോലും ഞാൻ ഓർക്കുന്നു, പട്ടക്കാരനായിരുന്ന സമയത്ത് വീട്ടുപ്രാർത്ഥനകൾ ഇങ്ങനെ മാറി റോട്ടോ അനുസരിച്ച് ക്രമീകരിക്കും. അപ്പോൾ ഇങ്ങനെ ഊഴം വന്നപ്പോൾ നല്ല ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രാർത്ഥന നടക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇന്ന ദിവസം അവിടെ വെച്ചാൽ പ്രാർത്ഥനയൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ റോട്ട പ്രയറിൻ്റെ ലിസ്റ്റൊക്കെ ഇട്ടപ്പോൾ സാറിൻ്റെ വീട്ടിലാണ്. നല്ല സമ്പന്നനായ മനുഷ്യനാണ്, വീടൊക്കെ നല്ല ഹൈടെക് വീടാണ്, വാതിൽ മുതൽ നല്ല റിമോട്ടാണ്. റിമോട്ട് നിൽക്കെങ്കിൽ വീട്ടുകാർ വിചാരിച്ചെങ്കിൽ ആരെങ്കിലും അകത്ത് കയറിയോ, എല്ലാം നല്ല ഭദ്രമാണ്. മാസത്തിൽ ഒരിക്കൽ വന്ന് ഇന്ത്യയിൽ ഡെക്കറേറ്റേഴ്സ് വന്ന് വീടെല്ലാം മനോഹരമായി സൂക്ഷിക്കുന്നൊരു വീടാണ്. അച്ഛന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടൊക്കെ ചെന്ന വീടിനകത്തൊക്കെ കയറാം. അപ്പോൾ പ്രാർത്ഥന അവിടെ വെച്ചാണ്. പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരൊക്കെയാണ്? എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരും. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം പ്രാർത്ഥനയ്ക്ക് വിടാനും കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കാപ്പിക്കുള്ള പൈസ അങ്ങ് തന്നേക്കാം, പള്ളിയിൽ വെച്ച് അങ്ങ് ക്രമീകരിച്ചു. പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് കാപ്പിക്കുള്ള പണമൊക്കെ ഞാനങ്ങ് നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് ആരും വരണ്ട. ക്ലോസ്ഡ് ഡോർ. ഞാൻ ആരാണ്? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, യേശു ഭവനത്തിലുണ്ട് എന്നുള്ള സ്തുതി നാടകം പരന്നു, വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഡു വി ഹാവ് ആൻ ഓപ്പൺ ഹൗസ്? ഡു വി ഹാവ് ആൻ ഓപ്പൺ മൈൻഡ്? ഞാൻ ഏതുമില്ല എന്നുള്ള ഈ മനുഷ്യൻ്റെ മനോഭാവം. ഇന്ന് മറ്റുള്ളവരെ അകറ്റുന്ന പലപ്പോഴും ഞാൻ ഏതുമാണ് എല്ലാമാണെന്നുള്ള മനോഭാവം. ഈ മനുഷ്യൻ്റെ ദൈവമുമ്പാകെ ഏതുമില്ലെന്നുള്ള മനോഭാവമാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡമായി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അവസാനമായി ഈ മനുഷ്യൻ പറയുന്നു, കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരനെ സഹിക്കണം. നമ്മൾ ആ ഭാഗം കൂടുതൽ ശക്തീകരിക്കാറുണ്ട്. അതിഭാവമൊക്കെ നമ്മളെ വിസ്മരിക്കും. കാരണം ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള മനോഭാവവും, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവവും, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവം ഒരു സൗകര്യമായി നമ്മൾ ഒഴിവാക്കും. അവസാനം വന്ന് യേശുവിൻ്റെ വിശ്വാസം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അത് വളരെ അർത്ഥവത്താണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിന്നാൽ കഴിയും, നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ലെന്നുള്ള അവൻ്റെ യേശുവിൻ്റെ വിശ്വാസമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ഉദാഹരണങ്ങളാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുന്നു. രാത്രി മണി അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ നിൻ്റെ വാക്കിന് വലയിറക്കാം. കർത്താവ് മതിയായവനാണെന്നുള്ള ഉറപ്പോടുകൂടി, യേശു കർത്താവ് മതിയായവനാണെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരനെ സൗഖ്യം. കോൺഫിഡൻറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പലപ്പോഴുമൊക്കെ നമുക്ക് ഇത്ര മാത്രം ആഴമായി ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം മതിയായവനാണ്.
പ്രതിസന്ധികളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ അവയുടെയൊക്കെ മധ്യത്തിൽ ദൈവം മതിയായവനാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വലുതാകുന്നത്. ജീവിതത്തിലെല്ലാം അനുകൂലമായി പോകണമെന്നില്ല, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെവിയിൽ. അറിയാം യേശുവിനാൽ കഴിയുമെന്ന്. ഈ ഒരു വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആരാണെന്നുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ മനോഭാവം. ഹു ഈസ് ജീസസ് ടു us? അവിടെയാണ് പത്രോസും തോമസും ഒക്കെ നമുക്ക് മാതൃകയായിരിക്കുന്നത്. ആരാണ് യേശു നമുക്ക്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസം, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസം. ഇവിടെയുള്ളവരെ സദാദേവനെ കുറിച്ച് ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു കർത്താവ് പറയുമ്പോൾ എന്താണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ? 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, മറ്റുള്ളവരോടുള്ള തൻ്റെ മനോഭാവം, അവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് us. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ആരോടെങ്കിലുമൊക്കെ നമ്മുടെ മനോഭാവങ്ങൾ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ നമുക്കൊരു തിരുത്തലുണ്ടാകണം. അവർക്ക് കറക്റ്റ് മൈ ആറ്റിറ്റ്യൂഡ്. അവരെന്നെ സ്നേഹിക്കുവാൻ, ബലഹീനമായവരെ സ്നേഹിക്കുവാൻ ഈ കൺവെൻഷനിലെ അവഗണനകളുടെ മുഖ്യമായത് അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്. 2, നമുക്ക് നമ്മോട് തന്നെ പറയണം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ, എൻ്റെ ഇടവകയിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും. 3, എനിക്ക് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാകും, ദൈവൻ ഭാഗെ ഞാൻ ഏതുമില്ലെന്ന് സമ്മതിക്കാൻ കഴിയുന്നു. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് us. ഓമായി ദൈവമേ നിൻ്റെ മുമ്പിൽ ഞാൻ ഏതുമില്ല സമ്മതിക്കാൻ കഴിയുന്നു. 4, ആരാണ് യേശു? ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ യേശു കർത്താവിൻ്റെ വിശ്വാസം, ആ ഒരു വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൺവെൻഷൻ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കർത്താവിന് പറയുവാൻ കഴിയണം, ഇസ്രായേൽ പോലും മറ്റുള്ളവരിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വലുതെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മനോഭാവങ്ങൾ അതിനനുസൃതമായി തീരുവാൻ, നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ അതിനനുസൃതമായി തീരുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില വർദ്ധിപ്പിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.